അങ്ങനെ നമ്മളുടെ അക്കോമഡേഷനിൽ നിന്ന് വിട പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. സങ്കടമാണോ സന്തോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10% സങ്കടമുണ്ട്, 90% സന്തോഷമുണ്ട്. അത് എന്തിലൊക്കെയാണെന്നുള്ളത് വഴിയേ പറഞ്ഞുതരാം കേട്ടോ. ഇനി കുറേ സമയം കിടക്കില്ല. എയർപോർട്ടിൽ ഞങ്ങൾക്ക് ഒരു 4 hours ടൈമുണ്ട്. 7:30 ഇവിടുത്തെ 7:30 ഫ്ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ബോംബെയിൽ ഞങ്ങൾക്ക് 7 hours ഓവർ ഉണ്ട്. അപ്പം 2 കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ. അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഷോർട്ടാക്കിയിട്ടാന്ന് വിചാരിച്ചു. എയർപോർട്ടിൽ പിന്നെ അധികം വിശേഷങ്ങളൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ. ഇത്രയും ടൈം എങ്ങനെ തള്ളി നിൽക്കുന്നുള്ളത് അറിയില്ല. നമുക്ക് ചുറ്റും നമ്മൾ അറിയുന്നവർ, നമ്മുടെ ഭാഷ അറിയുന്നവരുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും തള്ളി നിൽക്കും. അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എത്ര ടൈം വേണമെങ്കിലും ഞാൻ ഭാഷ അറിയുന്നവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. പക്ഷെ അല്ലാത്തവരുടെ കൂടെ അറിയില്ല പറയാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇത്രയും താമസിച്ച സ്ഥലം ആണല്ലോ എന്നുള്ള, 10 ദിവസം താമസിച്ച സ്ഥലമാണല്ലോ എന്നുള്ളൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അല്ല, ആരോടും നമുക്കിവിടെ ബൈ പറയാനില്ല. ഇവിടെ അക്കോമഡേഷനിൽ കേട്ടോ. പിന്നെ ജോൺസന്റെ ചേട്ടൻ്റെ മോളുണ്ട്, എല്ലാം ഉണ്ട്. കുറേ പേര് മിസ്സിങ് ഉണ്ട്. എന്നാൽ പോലും ഈ അക്കോമഡേഷനിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫേ ഇല്ല. ഒക്കെ എന്താണ്, ഓട്ടോ ഇതാണ് ചെക്ക് ഇൻ ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓക്കെ, കീപ് വാച്ചിങ്. ഞാൻ കുറേ സൺസ്ക്രീൻ വാരി തേച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ സൺലൈറ്റ് കുറച്ചും കൂടെ അടുത്തേക്ക് ഇങ്ങനെ സൂര്യൻ വളരെ അടുത്താന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, കഴിഞ്ഞ ദിവസമൊക്കെ നല്ല സൺബേൺ വന്നിട്ട് ഇവിടെയൊക്കെ ചുമന്നു. പിന്നെ ഇവർ ഇംഗ്ലീഷ് അല്ല പറയുന്നത്, ജർമ്മനാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷൻ ക്ലിയറൻസും ബോഡി ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഗേറ്റിനടുത്തെത്തി കേട്ടോ. കുറേ ഫ്ലൈറ്റുകളുണ്ട് കാണിച്ചത്. പണ്ടൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഫ്ലൈറ്റിനെ കാണുക ഇങ്ങനെ ചിത്രത്തിലല്ലാതെ, എല്ലാവരുടെയൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും എന്താ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു, എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഇതായിപ്പോയി കേട്ടോ. കാരണം ഒത്തിരി ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാണിച്ചത് വലിയ റൺവേ ആട്ടോ. അത് വലിയ റൺവേ. ഇത് ടെർമിനൽ നമ്പർ 2 ആണ്. അപ്പോൾ ഡിയേഴ്സ്, ഇതേ നമുക്ക് ഇവിടുത്തെ ലോഞ്ച് ആക്സസ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫ്രാങ്ക്ഫോർട്ടിലെ 2 രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് ആൻഡ് ലിക്കർ. ഇവിടെ മദ്യം ഉണ്ടാവും കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടാവും കിട്ടിയിരിക്കണം. അപ്പോൾ വിശേഷങ്ങൾ കാണിച്ചു തരാം, ഉള്ളിൽ കയറി കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ 2 രൂപയ്ക്ക് വീണ്ടും ലോഞ്ച് ആക്സസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് റിലേറ്റഡ് ഒത്തിരി സംശയങ്ങളുണ്ട് കേട്ടോ. പ്രീമിയം കാർഡ് വേണം, അക്കൗണ്ടിൽ എത്ര ബാലൻസ് വേണം, അങ്ങനെയൊന്നുമില്ല. എൻ്റെ അക്കൗണ്ടിൽ 1200 ബാലൻസ് ഉള്ളൂ. പക്ഷേ എനിക്ക് ആക്സസ് കിട്ടിയില്ലേ, കനറ ബാങ്ക്. ലിക്കർ ഇവിടെ എടുത്ത് വെച്ചാൽ ഞാനില്ല, ജയ് കൂട്ടനാണ്. ഇത് അൺലിമിറ്റഡ് ആണ് ചേട്ടാ ഇവിടുത്തെ ലിക്കർ. എത്ര വേണ്ടതെന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സംഭവം. അപ്പം ആരെങ്കിലുമൊക്കെ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നവരൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് എൻ്റെ ഇടയിൽ ഒത്തിരി കമൻറ്റുകൾ വന്നു. പ്രീമിയം കസ്റ്റമേഴ്സിന് പറ്റുമോ, ക്രെഡിറ്റ് കാർഡ് വേണം, അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ബാലൻസ് വേണം, ഒന്നും ശരിയല്ല കേട്ടോ. നമ്മൾ ബാങ്കിൻ്റെ ടൈപ്പിനനുസരിച്ച് നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടും. പിന്നെ ATM കാർഡും നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അവരോട് പറയാം ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് തരാൻ പറഞ്ഞാൽ മതി. ഓക്കെ, കുറച്ചേ തിന്നുള്ളൂ, കാരണം അടുത്ത ലോഞ്ച് പെട്ട് ഇനിയും തട്ടാളതാണ്. കുറേ ലോഞ്ചുകൾ ഉണ്ടാവും കേട്ടോ എയർപോർട്ടിൽ. അതിൽ ഏത് ലോഞ്ചിലാണ് നമ്മുടെ കാർഡ് ആക്സസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അപ്പോൾ എന്നോട് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ജോൺസേട്ടേ പറയാണ് 7:30 ഫ്ലൈറ്റ്, 7:30 റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞത് 6:30. അത് പിന്നെ ഇവിടെ എത്തിയപ്പോൾ 7:30. ആക്ച്വലി ഫ്ലൈറ്റ് 8:14 കേട്ടോ. ഇതുപോലെയാണ് നാട്ടിലാണെങ്കിലും ട്രെയിനൊക്കെ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ജോൺസേട്ടായി പറയും എപ്പോഴും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കുറച്ച് എന്നോട് പറയും. ഞാൻ ലേറ്റ് ആക്കിയാലോ എന്ന് പേടിച്ചിട്ട്. ഞാനാണേ ലാസ്റ്റ് മിനിറ്റിൻ്റെ ആളാണ്. അപ്പോൾ എന്തായാലും ഇതേ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. ഇപ്പോൾ ഇവിടെ നിന്ന് ബോംബെ 8 മണിക്കൂർ, 5 മണിക്കൂർ ലേ ഓവർ ബോംബെയിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എറണാകുളം. അപ്പോൾ കാണാം കേട്ടോ. അതെ, ഫ്ലൈറ്റിൽ കയറി പാൻട്രീൻ്റെ അടുത്ത് തന്നെയാട്ടോ എനിക്ക് സീറ്റ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ല. പിന്നെ ടോയ്ലറ്റ് ആയിട്ടുള്ളത്, അപ്പോൾ എനിക്ക് അധികം ബുദ്ധിമുട്ടില്ല കേട്ടോ. ഒന്നിനും എല്ലാത്തിനും ആക്സസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി 1 വീൽസ് ഞങ്ങൾക്ക് കിട്ടിയതാട്ടോ. അതെനിക്ക് ഞാൻ വീഡിയോ ഇടാൻ മറന്നുപോയി.
ഇത് സെക്കൻഡ് മീൽസ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ്. ജ്യൂസ്, ബണ്ണ്, ബട്ടർ, മൂവി. അങ്ങനെ സേഫായിട്ട് എത്തി. അവിടെ നിന്ന് മൊത്തം എൻ്റെ മദാമേൻ്റെ കൈയും പിടിക്കുന്ന പോലെ കൊണ്ടുകിടന്ന മനുഷ്യനെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ക്രിമികടി ഇട്ടിട്ട് ഓടുക. വാടി അങ്ങോട്ട്, ഇങ്ങോട്ട് നോക്കാതെ വാടി. ഇത്രയും ദിവസം എന്തൊക്കെയായിരുന്നു എൻ്റെ പൊന്നെ. ഇവിടെ എത്തിയപ്പോൾ തിന്നമടിക്ക കൂട്ടുകാരൊക്കെ കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടും. നമ്മുടെ ഇനി സമയം നോക്കി വിളിക്കണ്ട. അവിടെ ആകുമ്പോൾ 4 മണിക്കൂർ ബാക്കൗട്ട് ആയതുകൊണ്ട് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ട്. നോക്കിയാൽ പോകുന്ന പോക്ക് വയ്ക്കും. ഞാനൊന്നൊരാൾ കൂടെ ഉണ്ട് എന്നുള്ള ബോധം പോലും ഇല്ല. പോയി. ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് കേട്ടോ. നീ പോകുന്ന പോക്ക് കണ്ടോ? കണ്ടോ കണ്ടോ കണ്ടോ? എന്തൊരു മനുഷ്യനാപ്പം അത്. നല്ല ദേഷ്യത്തില്ല. കാരണം ഇവിടുന്ന് ലഗേജ് കളക്ട് ചെയ്തിട്ട് വേണം അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടി. ഇപ്പം നമ്മൾ ബോംബെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി കൊച്ചിനിലേക്കുള്ള എയർപോർട്ടിലേക്ക് നമ്മൾ ലഗേജ് സ്വന്തം എടുത്ത് കയറ്റണം. അഗെയിൻ നമുക്ക് 2 രൂപയ്ക്ക് ലോഞ്ച് ആക്സസ് കിട്ടിയിരിക്കുകയാണ്. ബോംബെ ഡൊമസ്റ്റിക് കേട്ടോ. കാണിച്ചു എന്തൊക്കെ ഫുഡാന്ന് കാണിച്ചു. അൺലിമിറ്റഡ് ഐറ്റം ഒക്കെ എടുക്കാം കേട്ടോ. പക്ഷെ ഇവിടെ ഡ്രിങ്ക്സ് ഇല്ലേ. നമ്മുടെ ഇന്റർനാഷണൽ ലോഞ്ചസിലൊക്കെ നമുക്ക് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഡ്രിങ്ക്സ് ഇല്ല. ചായ വെജ് സെക്ഷൻ. രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു എന്താ പറയുക, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. അങ്ങോട്ടൊക്കെ എത്തി. കൂടാതെ ഇനി ഡ്രിങ്ക്സ് ഒക്കെ വേറെ ഉണ്ട് കേട്ടോ. കണ്ടോ, ടെർമിനലിൻ്റെ അടുത്ത് തന്നെയാണ് കണ്ടോ ഡ്രിങ്ക്സ് ഒക്കെ. ഒരാളവിടെ നിന്ന് ഫുഡ് ആസ്വദിക്കുകയാണ്. തെളിവ് സഹിതം ഞാൻ വന്നിട്ടുണ്ട്. 2 രൂപയ്ക്ക് 2 രൂപേൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയത് കണ്ടോ ലോഞ്ച് ആക്സസിന് വേണ്ടിയിട്ട്. ഇവിടെ നല്ല വൈബാട്ടോ, സൂപ്പറാ. കാണിച്ചു തരാം. നമ്മുടെ ആശാൻ. പക്ഷെ ഇവിടെ ലിക്കർ കിട്ടില്ല കേട്ടോ. ആശാനെ വല്ലതും പറയാണ്ടോ? ആൽക്കഹോൾ ഫ്രീ ഇല്ല, ഭയങ്കര വിലയാ, ഭയങ്കര റേറ്റാ, കോംപ്ലിമെന്ററി ഇല്ല. അതിന്റെ സങ്കടമാണോ? അത് തന്നെയാ പ്രത്യേകിച്ച്. ഇവിടെ ബാക്കിയെല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. ഇവിടെ എന്താ വില? ഇവിടെ ഭയങ്കര റേറ്റാ, 5 സ്റ്റാർ ഹോട്ടൽ റേറ്റാ. വിഷമണ്ടോ? രാവിലെ ആയിട്ട് വേണ്ട. വിഷമൊന്നുമില്ല. ഹറിപ്പ് കിട്ടിയിരിക്കുന്നു. ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആണ്. ഡിലേ നല്ല മഴയാണ് കേട്ടോ. നാടും നമ്മുടെ നാടെത്തി. ഈ മഴയൊക്കെ കാണുമ്പോൾ ഒരു സുഖവും സന്തോഷവും. 10 ദിവസം പുറത്ത് നിന്നപ്പോൾ തന്നെ എനിക്ക് ഇത്രത്തോളം ഉണ്ടെങ്കിൽ കുറേ കാലമൊക്കെ പുറത്ത് നിൽക്കുന്ന 2 വർഷം 3 വർഷമൊക്കെ പുറത്ത് നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ച് അത് എത്ര മാത്രം ഉണ്ടാകും. ചിലർ അതൊക്കെ ആയിട്ട് ഇഴകി ചേരുന്നുണ്ടോ. ചിലവർക്ക് എത്രയാണെങ്കിലും മനസ്സിന് പൊരുത്തപ്പെടാൻ പറ്റില്ല. എപ്പോഴും വീട് എന്നുള്ള ചിന്തയായിരിക്കും. ഇനി എൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ എയർപോർട്ടിൽ മിന്നു പൊന്നു എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടാവും കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. അത് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് 10 ദിവസം എനിക്ക് ഇത്ര ത്രില്ലിലാണ്. 10 ദിവസം എന്താ പറയുക, 10 ദിവസം വെയിറ്റ് ചെയ്തിട്ടുള്ള ത്രില്ല്. അങ്ങനെ നമ്മളിത് മുംബൈ ടു കൊച്ചി. ആൾക്ക് നാടെത്താൻ തുടങ്ങുന്നതിനനുസരിച്ച് സ്വഭാവം കുറച്ച് പരിക്കനാവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കൂട്ടുകാരെ കാണാം, അതല്ലേ കാര്യം. എന്നെ കണ്ണു ഞാൻ കണ്ടുകൂടല്ലോ. എനിക്ക് ഹൈറ്റ് കുറവോ? ഹൈറ്റ് കുറഞ്ഞ് എന്നെ ജോൺസേട്ടന് കിട്ടിയത് ഭാഗ്യം. അല്ലെങ്കിൽ ജോൺസേട്ടന് എവിടെ നിന്ന് പെണ്ണ് കിട്ടുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക്.
ആൾക്ക് റേറ്റ് കുറവാട്ടോ. നല്ല മഴയായി. എന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മഴ? നമ്മുടെ ജർമ്മനിയിൽ ഒരു മഴയില്ലായിരുന്നല്ലോ അല്ലേ ചൂടാ? ചിക്കൻ കറിയും ചെറുപയർ കറിയും ചോറും ചോക്ലേറ്റും പഞ്ഞും വെള്ളവും. ഞങ്ങൾ പോയ പോലെ ചിടിങ്ങാപ്പികളുടെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് അല്ലേ? അപ്പൊ ഞങ്ങള് ചേച്ചീന്റെ വീട്ടിലോട്ടേക്ക് വന്നു കേട്ടോ. ചേച്ചി നല്ല പൊതിച്ചോറും മീൻ വറുത്തതും, മീൻ കണ്ടോ, ചെമ്മീനുണ്ട്, കൊഴുവയുണ്ട്, മത്തിയുണ്ട്, കണ്ടോ കണ്ടോ, കൂർക്കലുപ്പേരി, സാമ്പാർ. സൂപ്പർ സൂപ്പർ. അപ്പൊ തിന്നിട്ട് കാണാം കേട്ടോ. വൈകുന്നേരമായപ്പോൾ പാനിപ്പൂരി കഴിക്കാനൊരു ആഗ്രഹം. കുറേ ആയില്ലേ പാനിപ്പൂരി കഴിച്ചിട്ട്. ബട്ട് ഈ പാനിപ്പൂരി കഴിക്കാനുള്ള ആഗ്രഹത്തിൽ എവിടെ എത്തിച്ചേരുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം 3-4 എണ്ണങ്ങളുണ്ട്. 3-4 എണ്ണത്തിന്റെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. എന്നാലും പോയി നോക്കാം. നമ്മൾ എത്തിപ്പെട്ടത് പുലിമടയിലാണ് കേട്ടോ. പുലിമടയിൽ സ്ട്രീറ്റ് വൈബ്സ് നോക്കി നോക്കാം. നല്ല കപ്പ ബിരിയാണിയും ലിവർ ഫ്രൈയും പൊറോട്ടയാണ് കേട്ടോ പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾക്ക് വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല, പിള്ളേർക്ക് വേണ്ടി മാത്രം കയറിയതാണ്. വീട്ടിൽ നിന്ന് ഞാൻ മുട്ട ഫുഡ്. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ്, അയ്യോ തുറക്കാൻ പറ്റില്ല, കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പെനി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഐസാണ് കേട്ടോ. എന്താ മൊബൈല് താഴെ പോയേ? ഇവിടെ ഒരു ഐസ് ഉണ്ട് കേട്ടോ, പെനി. നല്ല ടേസ്റ്റാണ്, അത് കഴിക്കണം എന്നൊരു കൊതി. എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാറുണ്ട്, എപ്പോൾ വന്നാലും. അപ്പം ഞങ്ങൾ പെനി വാങ്ങാമെന്ന് വിചാരിച്ചു. അതിലെ തന്നെ പോകുന്നതായിരുന്നു നല്ലത്. അതിലേ പോവാൻ പെനിച്ചൻ പറയുന്നത്. അപ്പം ഞങ്ങൾ പെനി വാങ്ങാൻ പോകാം കേട്ടോ. ഭക്ഷണം നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. ഞാൻ പിന്നെ ചേച്ചീൻ്റെ അടുത്ത് നല്ല ചോറും മത്തി വറുത്തതൊക്കെ തിന്ന കാരണം എനിക്ക് അത്ര വലിയ ആക്രാന്തമില്ലായിരുന്നു. ഓക്കെ, പെനി വാങ്ങാം. അങ്ങനെ ഞങ്ങൾ കാൻഡി വാങ്ങി. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ. എറണാകുളത്തെ ആവി പറക്കുന്ന ഐസ് പെനി സൂപ്പർ ബ്രാൻഡാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആവി പറക്കുന്ന ഐസ് ഫ്രം പെനി. വെരി സോറി, ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി. പക്ഷെ ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ മറന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് വെണ്ടയ്ക്ക ഉപ്പേരി ഉണക്കമീൻ മറന്നതും കാണാൻ പറ്റി. ഞാനിതിന് പൊതിച്ചോറ് കിട്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പം രാവിലെ ആയിട്ട് പോകുന്ന വഴിക്ക് പൊതിച്ചോറ്. പണ്ടൊക്കെ ഹോട്ടൽ എത്ര വീട്ടിലുണ്ടാക്കിയാലും ഹോട്ടലിലെ തീറ്റിക്ക് വേണ്ടി കിടന്ന കാര്യമായിരുന്നു. ഇപ്പാണ് വീട്ടിൽ തീറ്റി ഉണ്ട്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെയുള്ളവരുണ്ടോ? സ്രാവ് വറുത്തതും വെണ്ടയ്ക്ക മെഴുക്കുരട്ടി തൈരുമാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം ന്യൂസ് ഉപ്പ. തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്.